നമസ്കാരം. തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ അഡ്വക്കേറ്റ് ബെയിലൻദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സ്ത്രീത്വത്തെ അപമാനിക്കൽ, കരുതിക്കൂട്ടിയുള്ള മർദ്ദനം, അന്യായമായി തടങ്കൽ വയ്ക്കൽ എന്നീ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഇന്നലെയാണ് യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതിയും സീനിയർ അഭിഭാഷകനുമായ ബെയിലൻദാസ് പോലീസ് പിടിയിലാകുന്നത്. തുമ്പയിൽ നിന്നുമാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് ബെയിലിൻ പോലീസിന്റെ പിടിയിൽ ആകുന്നത്. കാറിൽ സഞ്ചരിക്കുന്നതിനിടെ ബെയിലൻദാസിനെ തുമ്പ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ജൂനിയർ അഭിഭാഷകയായ ശാമിലിയെ ബോധപൂർവം ആക്രമിച്ചത് അല്ല എന്നാണ് അഡ്വക്കേറ്റ് ബെയിലിന്റെ മൊഴി. എല്ലാ കാര്യങ്ങളും വിശദമായി കോടതിയിൽ പറയും എന്നായിരുന്നു ഇന്നലെ ബെയിലിന്റെ പ്രതികരണവും. അഭിഭാഷകയെ മർദ്ദിച്ച ശേഷം ഇയാൾ ഒളിവിലായിരുന്നു. ബെയിലൻദാസിനെ ബാർ അസോസിയേഷനിൽ നിന്നും സസ്പെൻഡും ചെയ്തിട്ടുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ശാരീരിക ഉപദ്രവം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. വഞ്ചിയൂർ മഹാറാണി ബിൽഡിംഗിലെ ഓഫീസിൽ വെച്ചാണ് അഭിഭാഷകൻ ശാമിലിയെ മർദ്ദിച്ചത്. മോബ് സ്റ്റിക് കൊണ്ടായിരുന്നു മർദ്ദനം. സംഭവം നടന്ന ദിവസം രാവിലെ ശാമിലിയും അഭിഭാഷകനും തമ്മിൽ തർക്കവും ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് മർദ്ദനം ഉണ്ടായതെന്നും കണ്ടുനിന്നവർ ആരും എതിർത്തില്ല എന്നും ശാമിലി ആരോപിച്ചിരുന്നു. അഭിഭാഷകനിൽ നിന്ന് ഇതിനു മുൻപും മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പരാതിക്കാരിയായ അഭിഭാഷക പറയുന്നു. കാരണം പറയാതെ ജൂനിയർ അഭിഭാഷകരെ ജോലിയിൽ നിന്നും പറഞ്ഞുവിടുന്നത് പതിവായിരുന്നു എന്ന് ശാമിലിയുടെ ഭർത്താവും ആരോപിച്ചിരുന്നു.